വയനാട്ടിൽ ജനവാസ മേഖലയിൽ കണ്ട കടുവയെ തുരത്താനുള്ള നടപടികൾ ആരംഭിച്ചു. പടക്കം പൊട്ടിച്ച് കടുവയെ കാട്ടിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതിനിടെ കടുവ തൊട്ടടുത്തുള്ള മറ്റൊരു സ്ഥലത്തേക്ക് മാറുകയായിരുന്നു. ഇവരുമായി അർജുൻ ചേരുകയാണ്. അർജുൻ, ഇപ്പോഴും കടുവ ജനവാസ മേഖലയിൽ തുടരുകയാണോ? മയക്കുവെടി വെക്കാനുള്ള നടപടികൾ ഏതു തരത്തിലാണ് പുരോഗമിക്കുന്നത്? ഒപ്പം എത്രത്തോളം പരിഭ്രാന്തിയിലാണ് സ്വാഭാവികമായും അവിടുത്തെ ജനങ്ങൾ? തീർച്ചയായും കെ പി, കഴിഞ്ഞ ദിവസമായിരുന്നു ഈ പുളിക്കൽ വയലിൽ കടുവയെ സ്പോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് ഈ പ്രദേശത്ത് ഈ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തുകയും തുടർന്ന് ഈ പ്രദേശത്ത് തന്നെ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അതേ തുടർന്നാണ് പിന്നീട് ഈ കടുവയെ തുരത്തി ഓടിക്കാൻ, തൊട്ടപ്പുറത്ത് 2 കിലോമീറ്റർ അപ്പുറത്ത് കാടാണ്, ആ കാട്ടിലേക്ക് തുരത്തി ഓടിക്കാൻ ശ്രമിക്കുകയാണ്. പിന്നീട് പടക്കമൊക്കെ പൊട്ടിച്ച് തുരത്താൻ ശ്രമിക്കുകയാണ് കടുവ. എന്നാൽ ഈ സ്ഥലത്തേക്ക് പോകാതെ മറ്റൊരു ജനവാസ മേഖലയിലേക്ക് പോയത്, അതായത് എരനല്ലൂർ ഭാഗം, ആ ഒരു ഭാഗത്തേക്കാണ്, മേച്ചേരിക്കുന്ന് എന്ന് പറയും, ആ ഭാഗത്തേക്കാണ് കടുവ പോയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സ്ഥിരീകരണം അത്തരത്തിൽ തന്നെയാണ്. ഈ ഒരു മേച്ചേരി ഭാഗത്തേക്കായിരിക്കാം ആ കടുവ പോകാൻ സാധ്യത എന്നുള്ളത് തന്നെയാണ് ആ വനം വകുപ്പിന്റെയും നിഗമനം. എന്തിനാൽ തന്നെയും വനം വകുപ്പ് ഈ പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാളെയും ഇത്തരത്തിൽ ഇവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നും ഈ പ്രദേശത്ത് അവധിയായിരുന്നു. അതുകൊണ്ട് തന്നെ നാളെയും ഇത്തരത്തിൽ അവധി നീട്ടുക എന്നുള്ളതായിരുന്നു ഇവരുടെ മുൻപിലുള്ള മാർഗം. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണം ഈ പ്രദേശത്ത് ഒരുക്കിയിട്ടുണ്ട്. നാളെയും ഇത്തരത്തിലുള്ള പരിശോധന ഈ പ്രദേശത്ത് തുടരും. ഇന്നെന്തായാലും ഇത്തരത്തിൽ മയക്കുവെടി വെക്കാനുള്ള ഒരു സാധ്യതയില്ല. ഏകദേശം രാത്രിയായി. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മയക്കുവെടി വെക്കാനുള്ള ഒരു സാധ്യതയോ മറ്റു തരത്തിലുള്ള ഒരു സാധ്യതയോ ഉണ്ടാകുകയില്ല. നാളെ മിക്കവാറും ഇത്തരത്തിൽ ഈ കടുവയെ ഈ വനത്തിലേക്ക് കയറ്റുകയോ അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് കൂട് സ്ഥാപിച്ച് അതിലേക്ക് കയറ്റുകയോ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ മാത്രമായിരിക്കും നാളെ മയക്കുവെടി വെക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തിനാൽ തന്നെയും ഇന്നുള്ള വനം വകുപ്പിന്റെ ശ്രമം ഒന്ന് പാളിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. അത്തരത്തിൽ ഈ കാട്ടിലേക്ക് കയറും എന്നുള്ള ഒരു വിചാരമായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിഗമനമായിരുന്നു വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. പക്ഷേ അത് നേരെ തിരിഞ്ഞ ഈ ജനവാസ മേഖലയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കെ പി. ശരി, അർജുൻ PS ആണ് വിശദാംശങ്ങൾ നൽകിയത്.